ഹലോ ഫ്രണ്ട്സ്, വിരാസ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഏകദേശം 50% ഇന്നലെ നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള 50% ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ആൻഡ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ അക്കോർഡിംഗ് ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് along with their corresponding frequencies is known as frequency distribution. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന ഡാറ്റ അതിനെ കൃത്യമായി അറേഞ്ച് ചെയ്യുന്നതാണ്. അതിനെ ക്ലാസ്സുകളായി, വിവിധ ക്ലാസ്സുകളായി നമ്മൾ ഡിവൈഡ് ചെയ്യുകയും എത്രയാണ് ഫ്രീക്വൻസി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മെത്തഡാണ് അറേഞ്ച്മെൻറ്റിന് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, സെലക്ഷൻ ഓഫ് ക്ലാസ്. 2, ക്ലാസ് ലിമിറ്റ്സ്. 3, ക്ലാസ് ഇൻ്റർവെൽ. 4, ക്ലാസ് മിഡ് പോയിൻറ്റ്. 5, ക്ലാസ് ഫ്രീക്വൻസി. നമുക്ക് നോക്കാം, ഓരോന്നായി നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്താണ് എന്ന്. അതിൽ ഒന്നാമത്തത് സെലക്ഷൻ ഓഫ് ക്ലാസ്. എ ക്ലാസ് ഷുഡ് നോട്ട് ബി ടു ബിഗ് ഓർ ടു സ്മോൾ. നമ്മളൊരു ക്ലാസ് സെലക്ട് ചെയ്യണം. അത് വലിയ ക്ലാസ് ആവാനും പാടില്ല, ചെറിയ ക്ലാസ് ആവാനും പാടില്ല. 2, ദർ ഷുഡ് നോട്ട് ബി ടു മച്ച് ക്ലാസ്സസ് ഓർ ടു ഷോർട്ട്. കുറച്ച് ക്ലാസ് ആവാനും പാടില്ല, കുറേ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യാനും പാടില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സ്റ്റഡി നോട്ട്സിന് വേണ്ടി, ഡിസ്കഷന് വേണ്ടി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തത് ക്ലാസ് ലിമിറ്റ്. ദ ക്ലാസ് ലിമിറ്റ്സ് ആർ ദി ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ്. അതായത് നമ്മുടെ ഒരു ക്ലാസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സിൽ ലോവസ്റ്റ് വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഹയസ്റ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 20 and 30. ഓക്കെ, അപ്പോൾ 20 എന്ന് പറയുന്നത് ലോവസ്റ്റ് ക്ലാസ് ലിമിറ്റാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ ക്ലാസ് ലിമിറ്റ് ഏതാണ്? 20 ആണ്. അതുപോലെ തന്നെ അപ്പർ ക്ലാസ്, കൂടിയ ക്ലാസ് ഏതാണ്? 30. ഇതിനെ പറയുന്നത് ക്ലാസ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ക്ലാസ് ഇൻ്റർവെൽ ഓർ ക്ലാസ് വിഡ്ത്ത്. It is the difference between the upper and lower class limits. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ക്ലാസ് ഇൻ്റർവെൽ ഓഫ് ദ ക്ലാസ് 50 to 100. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 ആണ്. 100 - 50 = 50. ഇതാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ക്ലാസ് മിഡ് പോയിൻറ്റ് ഓർ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് 2. അതാണ് ക്ലാസ് മിഡ് പോയിന്റ്. അതുപോലെ തന്നെ ക്ലാസ് ഫ്രീക്വൻസി. ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ടു എ പെർട്ടിക്കുലർ ക്ലാസ് ഈസ് നോൺ ആസ് ക്ലാസ് ഫ്രീക്വൻസി. നമ്മൾ ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, നമുക്ക് പിന്നീട് നോക്കാം എങ്ങനെയാണ് എന്ന്. ക്ലാസ് കണ്ടെത്തിയ ശേഷം പിന്നീട് നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഓരോ ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി എത്രയാണ് എന്ന് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് അവിടെ എഴുതി വെക്കും. എത്രയാണ് ഫ്രീക്വൻസി, ഓരോ ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി, അതിനെയാണ് പറയുന്നത് ക്ലാസ് ഫ്രീക്വൻസി എന്ന്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. ഏകദേശം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എക്സ്ക്ലൂസീവ് മെത്തഡാണ്. ഇൻക്ലൂസീവ് മെത്തഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് മെത്തഡ് ഉണ്ട്. എന്താണ് എന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഈ ചോദ്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ റോ ഡാറ്റ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് അസംസ്കൃത ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങളാണ്. 1, നമ്പർ ഓഫ് ക്ലാസ്സസ്. എത്ര ക്ലാസ്സസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. 2, സൈസ് ഓഫ് ക്ലാസ്. ക്ലാസിൻ്റെ സൈസ് എത്രയാണ്. 3, ക്ലാസ് ലിമിറ്റ്. 4, ടാലി ആൻഡ് ഫ്രീക്വൻസി. അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ആദ്യത്തെ കോളം ക്ലാസ്, രണ്ടാമത്തെ കോളം ടാലി മാർക്ക്, മൂന്നാമത്തെ കോളം ഫ്രീക്വൻസി. ഈ ടേബിൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും കുറഞ്ഞ ഡാറ്റ എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ഡാറ്റ എന്ന് പറയുന്നത് 68 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തു 0 to 10. ഒരു ലിമിറ്റാണ്, ക്ലാസ് ലിമിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 10 ആണ് ക്ലാസ് ലിമിറ്റ് എടുത്തത്. അതുപോലെ തന്നെ ക്ലാസ് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തു 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. കാരണം ഏറ്റവും കൂടിയ ഡാറ്റ എന്ന് പറയുന്നത് 68 ആണ്.
സോ ഇവിടെ ടാലി മാർക്ക് നമ്മൾ ടാലി ചെയ്യണം. 0 to 10 എത്ര ഡാറ്റയാണുള്ളത്, അതുപോലെ തന്നെ 10 to 20 എത്രയാണ്, 20 to 30 എത്രയാണ്, അത് നമ്മളവിടെ ടാലി ചെയ്യുന്നതാണ്. 1 2 3 4 5 എത്രയാണുള്ളത് അത്ര നമ്മൾ അവിടെ ടാലി ചെയ്യണം. അതുപോലെ തന്നെ ഫ്രീക്വൻസി ടേബിളിൽ നമ്മളവിടെ മെൻഷൻ ചെയ്യണം 4 9 10, അതായത് 0 to 10 4ആണുള്ളത്. അങ്ങനെയാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ്. ഫസ്റ്റ് വൺ, എക്സ്ക്ലൂസീവ് മെത്തേഡ്. അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് വിൽ ബി ദി ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ്. അതായത് ഒരു ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് മറ്റൊരു ക്ലാസിൻ്റെ ലോവർ ലിമിറ്റായി മാറും. ഇതിനെ പറയുന്നത് എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 0 to 10, 10 to 20, 20 to 30. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 0 to 10ൽ അപ്പർ ലിമിറ്റ് 10 ആണ്. ആ 10 നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് രണ്ടാമത്തെ ക്ലാസ്സിൽ ലോവർ ലിമിറ്റായി മാറും. 10 to 20, 0 to 10ൽ 10 അപ്പർ ക്ലാസ്, 0 ലോവർ ക്ലാസ്. സോ അപ്പർ ക്ലാസ്, ആ ക്ലാസ്സിലുള്ള അപ്പർ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 10 to 20. 10 to 20 എന്ന് പറയുന്നത് 10 ലോവർ ക്ലാസ് ആണ്, 20 അപ്പർ ക്ലാസ് ആണ്. രണ്ടാമത്തത് ഇൻക്ലൂസീവ് മെത്തേഡ്. അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ക്ലാസ് ഇറ്റ് സെൽഫ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ലിമിറ്റ്, ഒരു ക്ലാസ്സിലുള്ള അപ്പർ ലിമിറ്റ് മറ്റൊരു ക്ലാസ്സിലെ ലോവർ ലിമിറ്റായി മാറുമെന്നത് ഇവിടെ ഇല്ല. ഇവിടെ പറയുന്നത് അപ്പർ ലിമിറ്റ്, ഒരു ക്ലാസ്സിലുള്ള അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ഒരു ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. 0 to 9, 10 to 19, 20 to 29. അതായത് 0 to 9 അവിടെ കൊടുത്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ അവിടെ 9 ഇല്ല, 10 ആണ്, 10 to 19. നെക്സ്റ്റ് ക്ലാസ്സിൽ 20 to 29. ഇവിടെ ഒരു ക്ലാസ്സിലുള്ള അപ്പർ ലിമിറ്റ് മറ്റൊരു ക്ലാസ്സിലെ ലോവർ ലിമിറ്റായി മാറുന്നില്ല. ഇതിനെ പറയുന്നത് ഇൻക്ലൂസീവ് മെത്തേഡാണ്. ചില സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂസീവ് മെത്തേഡിൽ തരും, അതിനെ എക്സ്ക്ലൂസീവ് മെത്തേഡാക്കി നമ്മൾ മാറ്റണം. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻക്ലൂസീവ് മെത്തഡിനെ എക്സ്ക്ലൂസീവ് മെത്തഡാക്കി മാറ്റുന്നത് എങ്ങനെയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചേഞ്ച് ദ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ ടു എക്സ്ക്ലൂസീവ് ക്ലാസ്. എങ്ങനെയാണ്? ഫസ്റ്റ് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂസീവ് ക്ലാസ് ആണ് 10 to 19, 20 to 29, 30 to 39. അതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി നമ്മൾ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട 3 സ്റ്റെപ്സ് ആണ്. ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്, അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. അതായത് ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 10 to 19, സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് 20 to 29. അതായത് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 20, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 19. 90യും 20 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഡിവൈഡ് ദ വാല്യൂ ബൈ 2. അതായത് ഡിഫറൻസ് നമ്മളിവിടെ മനസ്സിലാക്കി 19 20 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 2. 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 0.5 നമുക്ക് കിട്ടും. 0.5നെ സബ്സ്ട്രാക്ട് ദ റിസൾട്ട് ഫ്രം ലോവർ ലിമിറ്റ് ആൻഡ് ആഡ് ടു ദി അപ്പർ ലിമിറ്റ്. നമുക്ക് 0.5 കിട്ടി. ആ 0.5നെ ലോവർ ലിമിറ്റിൽ നിന്ന് നമ്മൾ കുറക്കണം, മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പർ ലിമിറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ലോവർ ലിമിറ്റിൽ നമുക്കറിയാം 10, 20, 30 ആണ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 19, 29, 39 ആണ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യണം. അതായത് 10ൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ 9.5 ആണ്. ആ അവിടെയുള്ള 0.5നെ അപ്പർ ലിമിറ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലാസ് കിട്ടും. 9.5, 9.5 to 19.5, 19.5 to 29.5. അതായത് ലോവർ ലിമിറ്റിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നു, അപ്പർ ലിമിറ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പൺ എൻഡ് ക്ലാസ്. ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇഫ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ഓർ അപ്പർ ലിമിറ്റ് ഓഫ് ദ ലാസ്റ്റ് ക്ലാസ് ആർ നോട്ട് ഗീവൻ. അതായത് ഫസ്റ്റ് ക്ലാസ്സിലുള്ള ലോവർ ലിമിറ്റും കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലാസ്സിലുള്ള അപ്പർ ലിമിറ്റും കൊടുക്കുന്നില്ല. ഇതിനെ പറയുന്നത് ഓപ്പൺ എൻഡ് ക്ലാസ് എന്നാണ്. ഇവിടെ ബിലോ 10 എന്നാണ് കൊടുത്തത്, ലോവർ ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ 40 ആൻഡ് എബോവ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ലാസ്റ്റ് ക്ലാസ്സിലുള്ള അപ്പർ ലിമിറ്റ് അവിടെ ഇല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് അൺഈക്വൽ ക്ലാസ് ആണ്. ഇഫ് ഓൾ ക്ലാസസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻസ് ആർ നോട്ട് ഈക്വൽ.
ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലാസ്സസ് ഈക്വൽ അല്ല. 0 to 10, 10 to 20, 20 to 30 അങ്ങനെയല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് 0 to 10, 10 to 20, 20 to 25, 25 to 30 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വിരാസ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പുതിയ ചാപ്റ്ററുമായി നമുക്ക് പിന്നീട് കാണാം. അതുവരെ ബൈ.